പലപ്പോഴും ഒത്തിരി മക്കളുള്ള പല കാരണവന്മാരും അമ്മച്ചിയോ അപ്പച്ചനോ ഒക്കെ ആശുപത്രി കിടക്കുമ്പോൾ അവരുടെ അടുത്ത് ഈ മരണസമയത്ത് ആരുമില്ല, വീട്ടുകാരുമില്ല. ഒരു ജോലിക്കാരത്തെ നിർത്തിയിരിക്കുക. ഈ ജോലിക്കാരത്തേക്ക് എന്നാ പൈസ കിട്ടിയാൽ മതി, അല്ല ജോലിക്കാരൻ എന്നാ ആ കൃത്യം ശമ്പളം മാസത്തിന്റെ കിട്ടിയാൽ മതി. ഈ കിടക്കുന്ന ആളോട്, ഈ പുരുഷനോടോ, ഈ അമ്മാമ്മയോടോ, ഈ അപ്പച്ചനോടോ ഈ ആൾക്ക് വലിയ കൂറൊന്നുമില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ചോദിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് മക്കളെല്ലാം വിദേശത്താണ്, അവർക്കൊന്നും നേരമില്ല. ഇവരെ കയ്യും കാലും വളരെ തണ്ടോ നോക്കി വളർത്തിയ അപ്പൻ്റെയോ അമ്മയോടോ മരണക്കിടക്കയുടെ അടുത്ത് നിൽക്കാനായിട്ട് ഇവർക്കൊന്നും നേരമില്ല, സമയമില്ല, സാധ്യതകളില്ല. അപ്പൊ ഞാനൊരു അമ്മച്ചിയെ കണ്ടു. ആ അമ്മച്ചിക്ക് 5 പെൺമക്കളുള്ളത്. 5 പെൺമക്കളേ ഉള്ളൂ, ആൺമക്കളില്ല. അവർ 5 വിദേശ രാജ്യങ്ങളിലാണ്. പല രാജ്യങ്ങളിലായിട്ട് നേഴ്സ് ജോലി ചെയ്യുന്നവരാണ്, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരാണ്. ഈ അമ്മച്ചിയുടെ അടുത്ത് ഈ 5 പേരും വന്ന് നിൽപ്പുണ്ട്. ഒരു ഇന്റർവ്യൂ പോലെ ഞാൻ അവരോട് ചോദിച്ചു, ചുമ്മാ മറ്റ് സംഭവങ്ങളൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചുമ്മാ അവരെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ എല്ലാവരും കൂട്ടിപ്പിടിച്ച് വന്നിരിക്കുന്നത്, അങ്ങനെ അവധി കിട്ടുമോ? അവർ പറഞ്ഞത്, അച്ഛാ അവധി കിട്ടണമല്ലോ, ഞങ്ങളുടെ ആവശ്യമാണ് ഈ അമ്മച്ചിയെ നോക്കേണ്ടത്. ഞങ്ങൾ ഇന്ന് ഓരോരോ നിലകളിലെത്തിയെങ്കിൽ ഈ അമ്മ പട്ടിണി കിടന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് ഞങ്ങളെ വളർത്തിയത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത്. അച്ഛൻ തന്നെ പറ, ഞങ്ങളിവിടെ ഇന്ന് വന്നത് കുഴപ്പമാണോ ഈ അവധി എടുത്ത് വന്നത്? എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെ 2 അവസ്ഥകൾ നമ്മളിന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്ക്.